ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ സേമിയ മസാലയാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ സേമിയ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സേമിയ തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കാം. അപ്പോൾ ഒരു കടായിലേക്ക് നമുക്ക് ഫസ്റ്റ് സേമിയ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ ഇങ്ങനെ സേമിയയിലേക്ക് വെള്ളം ചേർക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഇത് കുതിർന്നിട്ട് കിട്ടും. കൂടെ തന്നെ ഈ വെള്ളം തിളച്ചിട്ട് വരുന്ന അത്രയും സമയം മാത്രം മതിയാവും ഇത് നല്ലതുപോലെ വെന്തിട്ട് കിട്ടാനായിട്ട്. നമ്മളിത് തിളച്ചതിന് ശേഷം ഇടുമ്പോഴത്തേക്കും വീണ്ടും കുറേ സമയം പിടിക്കും. അതിന് പകരം ഇങ്ങനെ നമ്മൾ ഇടുമ്പോഴത്തേക്കും പരസ്പരം ഒട്ടിപ്പിടിക്കുകയില്ല. അപ്പോൾ ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് സേമിയ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ചെറിയ രീതിയിൽ തിളച്ചിട്ട് വരികയാണ്. ഈ ടൈമിൽ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ചധികം ഉപ്പ് ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ സേമിയയിൽ നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൽ സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ പരസ്പരം സ്റ്റിക്കി ആയിട്ടിരിക്കുന്ന ഇച്ചിരി കൊഴുപ്പായിട്ടാണ് ഇപ്പോൾ വെള്ളം ഉള്ളത്. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പച്ചവെള്ളം ചേർക്കുന്നത്. പച്ചവെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളയാം. ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റിയാൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ സേമിയ എല്ലാം നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 മുട്ടയാണ്. മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഇത്രയും 3 മുട്ട തന്നെ ധാരാളമാണ്. 3 മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് 3 മുട്ട ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ചെറിയ രീതിയിൽ ഇത് വെന്ത് വരുമ്പോൾ മാത്രം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടിട്ട് പൊടിക്കരുത്. നമ്മളിപ്പോൾ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തരിതരിയായിട്ട് ഇങ്ങനെ മുട്ട പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതിൻ്റെ പേരിൽ ഫസ്റ്റ് നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ കടായിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഈ മുട്ട കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെന്തിട്ട് കിട്ടുമ്പോഴത്തേക്കും പിന്നെ നമുക്കും ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും നല്ലതുപോലെ തരിതരിയായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസിൻ്റെ മുട്ടയുടെ സൈസ് വലിപ്പം കൂട്ടുകയോ കുറച്ച് ചെറുതായിട്ടൊന്ന് പൊടിക്കുകയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്കിഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വേണം. അപ്പോൾ ആ ക്യാരറ്റ് ചെറുതായിട്ട് ഇന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാബേജാണ്. ഒരു വലിയ ക്യാബേജിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ക്യാബേജും കൂടെ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കമാണ്. ചെറിയ ക്യാപ്സിക്കത്തിൽ 1, വലുതാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവും. അപ്പോൾ ഇത്രയും ക്യാപ്സിക്കവും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിലെല്ലാം ഫ്ലെയിം നന്നായിട്ടൊന്ന് ഹൈയിൽ വെച്ചിരുന്നാൽ മാത്രം മതിയാവും. ഇത് വേകാനായിട്ട് ഇനി പ്രത്യേകിച്ച് സമയം വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ വെന്തിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഏകദേശം 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകമല്ല, പെരുംജീരകമാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ്. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും ചേർക്കാം. ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസ് കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്.
കൂടെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി, നമ്മൾ ഇതുവരെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയമൊന്നും നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലയും ഈ വെജിറ്റബിൾസിൽ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫൈനലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗർ കൂടിയാണ്. അപ്പോൾ ഈ വിനിഗറിന് പകരം നമുക്ക് നാരങ്ങ നീര് ചേർത്താലും മതിയാവും. ഒരു പകുതി നാരങ്ങ, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നാരങ്ങ നീരല്ല എന്നുണ്ടെങ്കിൽ വിനിഗർ നമ്മളൊന്ന് മിസ്സാക്കാതെ ഒന്ന് ചേർത്തേക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ സേമിയ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ട് ഇരിക്കും. നല്ലതുപോലെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സേമിയയും ഇങ്ങനെ വലിയ വലിയ നീളത്തിന് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മൾ കുറച്ചധികം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടിഞ്ഞും കിട്ടും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെയും സേമിയ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണവരൊക്കെ എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.